ബി.ജെ.പി ഒരു പുതിയ ഹിറ്റ് ലിസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ബി.ജെ.പിക്കാരെ തോൽപ്പിച്ചവരെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കാനുള്ള ഒരു ശ്രമം. അതായത് ഒന്ന് കെ മുരളീധരനാണ്. കെ മുരളീധരനാണല്ലോ നിയമത്തെ അക്കൗണ്ടൊക്കെ പൂട്ടിച്ചത്. അവിടെ തൃശ്ശൂരിൽ അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അത് നടന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ പിണറായി വിജയൻ ആ ലിസ്റ്റിലുണ്ട്. അങ്ങനെ പലരും വരുന്നുണ്ട്. മാഷ് അത് ആരൊക്കെയാണ് ഉള്ളത് പ്രധാനമായിട്ടും? അല്ല, ഇത് ഒരു എന്താണ് ബി.ജെ.പിക്ക് അകത്തോ RSSനകത്തോ നടക്കുന്ന സ്വകാര്യ സംഭാഷണങ്ങളായിട്ട് നമ്മളതിനെ വിലയിരുത്തേണ്ട കാര്യമുള്ളൂ. അതെ അതെ. കാരണം ബി.ജെ.പി എന്തായാലും 2026 തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ വരാനുള്ള സാധ്യത അവരാരും കാണുന്നില്ല. അങ്ങനെ വരണമെന്നും അവർക്ക് ആഗ്രഹമില്ല. പക്ഷേ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് ബി.ജെ.പി മാറി എന്ന് എല്ലാവരും ബോധ്യപ്പെടുത്താനായിട്ടുള്ള അതിശക്തമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള ഒരാഗ്രഹം RSSലെ ഒരു വിഭാഗത്തിനുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കങ്ങനെ ജയിച്ച് അധികാരം കിട്ടാനായിട്ടുള്ള സാധ്യത ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചില തലകൾ വെട്ടാനായിട്ട് കഴിയും എന്നവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിലൊന്നാം നമ്പർ ശത്രു എന്ന് പറഞ്ഞതിനിടയിൽ നേരത്തെ ബിനു സൂചിപ്പിച്ച പോലെ കെ മുരളീധരൻ തന്നെയാണ്. ഇപ്പോൾ മുരളീധരനെ വെട്ടുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. മുരളീധരനെ വെട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കേരളം നിയമസഭയിൽ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്ന ഏക അക്കൗണ്ട് പൂട്ടിച്ചത് മുരളീധരൻ. ഒരു കാര്യമില്ല മുരളീധരൻ്റെ ജോലി എന്ന് പറയുന്നത് മുരളീധരന് ജയിക്കാൻ കഴിയില്ല. പക്ഷെ നിയമത്തിൽ നിന്ന് ശക്തമായിട്ടുള്ള മത്സരം സൃഷ്ടിച്ച് ബി.ജെ.പിക്ക് കിട്ടേണ്ടതായിട്ടുള്ള വോട്ടുകൾ, കോൺഗ്രസിന്റെ ഭാഗത്ത് കിട്ടേണ്ട വോട്ടുകൾ അദ്ദേഹം പിടിച്ചു വെച്ചു. അങ്ങനെ അവിടെ ബി.ജെ.പി അതെ, അങ്ങനെയാണ് ബി.ജെ.പി അവിടെ തോറ്റുപോകുന്നത്. അത് അവരൊരിക്കലും മറക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ആ ഒരു പക യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ മുരളീധരൻ വന്ന് മത്സരിക്കുന്ന സമയത്ത് അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. അതിശക്തമായിട്ട് അത് പ്രയോഗിച്ചു. അങ്ങനെ മുരളീധരൻ അവിടെ തകർത്ത് തരിപ്പണമാക്കി. പക്ഷേ ഇനിയും ഒരിക്കലും മുരളീധരൻ എന്ത് ചെയ്യാൻ പാടില്ല, നിയമസഭയിലെത്താൻ പാടില്ല, ലോക്സഭയിലെത്താൻ പാടില്ല എന്ന് RSS തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം RSS വിചാരിച്ചാൽ തോൽപ്പിക്കാവുന്നേ ഉള്ളൂ. കാരണം പല സ്ഥലത്തും വിജയിക്കുന്നത് 2,000, 3,000, 4,000, 5,000 വോട്ടിനാണല്ലോ. അതിൽ കൂടുതൽ വോട്ട്, സോളിഡ് വോട്ട് അവരുടെ കയ്യിലിരിക്കുകയല്ലേ ചെയ്യുന്നത്. അവർ വിചാരിച്ച് കഴിഞ്ഞാൽ തോൽപ്പിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ്. ആലപ്പുഴയിൽ എന്താണ് സലാമിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ മുസ്ലിം തീവ്രവാദികളായിട്ട് ബന്ധമുള്ള ഒരാളാണ്. സലാം ഒരു ഇഴവനാണ്, പക്ഷേ പേരിങ്ങനെയാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തായാലും അവിടെ RSS തീരുമാനിച്ചിരിക്കുന്ന അയാളെ ശരിപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ നിരവധി മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ കൂത്തുപറമ്പിലായി കഴിഞ്ഞാലും ഇതേപോലത്തെ, അത് സദാനന്ദ മാഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. കാരണം വെച്ചാൽ സദാനന്ദ മാഷിനെ കാല് വെട്ടിയ പ്രതികൾക്ക് എന്താണ് ജയിലിലേക്ക് പോകാനുള്ള യാത്രയപ്പോൾ നടത്തിയത് ഷൈല ടീച്ചറാണ്. അപ്പോൾ ഷൈല ടീച്ചർ നിൽക്കുന്ന സ്ഥലത്ത് അവരെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. ഇങ്ങനെ ഒരുപാട് മണ്ഡലങ്ങൾ അവർ സ്പോട്ട് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ മണ്ഡലങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള നിലപാട് RSS എടുത്താൽ എനിക്ക് തോന്നുന്നു ആ സ്ഥാനാർത്ഥികൾ തോറ്റുപോകും. അത് എല്ലാ പാർട്ടികളുടെയും അവർ ഇടുന്നുണ്ട്, CPM മാത്രമല്ല. ഇപ്പോൾ VD സതീശനെതിരെ പറവൂർ നിലപാടെടുക്കും എന്ന് പറയുന്നുണ്ട്. കാരണം RSS വിരുദ്ധ സമീപനം എടുക്കുന്ന ഒരാളാണ് സതീശൻ എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. കാരണം ഈ പറവൂർ തന്നെയാണ് RSSൻ്റെ പരിപാടിയിൽ സതീശൻ പങ്കെടുത്തിട്ടുള്ളത്. സതീശൻ അവിടെയുള്ള ഏത് പരിപാടികളിലും പങ്കെടുക്കും, കാരണം അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം എന്ന നിലയ്ക്ക്. അപ്പോൾ അങ്ങനെ പങ്കെടുക്കുന്ന ഒരാൾക്കെതിരെ അങ്ങനെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അതിനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് ഞാൻ കരുതുന്നത് പല സ്ഥലത്തും. പക്ഷേ RSS തീരുമാനിച്ചാൽ RSSൻ്റെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്തതാണ്. കാരണം ആ കേഡർ സ്വഭാവമുള്ള വോട്ടുകളാണ്. പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരു സംവിധാനം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ വോട്ട്, ബി.ജെ.പിയുടെ വോട്ടല്ല, RSSൻ്റെ വോട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചലിപ്പിക്കാനായിട്ട് കഴിയും. അത് ചിലപ്പോൾ വരാൻ പോകുന്നതായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടപുഴകാനുള്ള സാധ്യത കാണും. വൻപന്മാരെ കടപുഴക്കണമെന്ന് RSS തീരുമാനിച്ച വമ്പന്മാർ കടപുഴക്കും. ഇപ്പം നമ്മൾ കുണ്ട്ര മണ്ഡലം എടുത്ത് പരിശോധിച്ച കുണ്ട്ര മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് 20,000 വോട്ടുണ്ടായിരുന്നു. അവിടെ മേഴ്സിക്കുട്ടിയമ്മ 10-30,000 വോട്ടിനാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ പരാജയപ്പെടുത്തിയ ഒരു മന്ത്രിയൊക്കെ ആയത്. ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പോയാലും ഭൂരിപക്ഷം കുറഞ്ഞാലും ഒരു
കുറച്ച് വോട്ടിനെങ്കിലും ഒരു 7000 വോട്ടിനെങ്കിലും ജയിക്കുമെന്നായിരുന്നു മേഴ്സിക്കുട്ടിയമ്മയുടെ ഒരു കണക്ക് പ്രതീക്ഷ. പക്ഷേ സംഭവിച്ചത് 5000-ൽ പര വോട്ടുകൾക്ക് പി സി വിഷ്ണുനാഥ് വിജയിച്ചു. പക്ഷേ അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ബി ജെ പിയുടെ വോട്ട് 20,000-ൽ പര വോട്ടുകളുള്ള ബി ജെ പിക്ക് 3500 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള ചില പറ്റും. അത് ഇവര് വിചാരിച്ചു കഴിഞ്ഞാൽ അത് CPM-നും പറ്റും, കോൺഗ്രസിന് നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. കാരണം അതൊരു ആൾക്കൂട്ടത്തിന്റെ വോട്ടുകളാണ്. കേഡർ പാർട്ടികൾ വിചാരിച്ചാൽ പലതും നടക്കും. നടക്കും. വികാസിനെ തോൽപ്പിച്ചില്ലേ? അല്ല, അതൊക്കെ പറ്റുമെന്ന് തെളിയിച്ചിട്ടുള്ള. അപ്പോൾ പലപ്പോഴും ഈ എന്താണ് BJPക്ക് സീറ്റ് കിട്ടാതെ പോകുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ഇലക്ഷൻ്റെ ഒരു ട്രെൻഡ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ CPM-ന് തോന്നും ഇവിടെ BJP ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ കുറേ വോട്ടുകളൊക്കെ കോൺഗ്രസിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു, BJP സ്ഥാനാർത്ഥി തോറ്റു. അതായത് ഒരു ശരിക്കും വന്നത് അതൊരു എന്താണ് നമ്മൾ ഈ ആക്ടിവേഷൻ എനർജി എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു ഹർഡിലിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നമാണ്. അത് BJPക്ക് സ്വയം ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മറ്റുള്ളവരെ തോൽപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പൊ BJPയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഹർഡിലിനെ മറികടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തൃശ്ശൂർ അങ്ങനെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞു. അതൊരു അത്ഭുതമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കേരളത്തിലെ വലിയൊരു അട്ടിമറിയായിട്ട് തന്നെ കണക്കാക്കാം തീർച്ചയായിട്ടും. അതിന്റെ പേരിൽ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതേപോലെ ഉള്ള മാറ്റം സൃഷ്ടിക്കാനായിട്ട് BJPക്ക് കഴിയുമെന്ന് BJP കരുതുന്നതിൽ അർത്ഥമില്ല. സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു തൃശ്ശൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന്. തൃശ്ശൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് അത് സുരേന്ദ്രൻ സമ്മതിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേന്ദ്രൻ കളം മാറ്റി ചവിട്ടിയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് പത്മജയ്ക്കാണ്. പത്മജ അവിടെ പ്രതീക്ഷയോടെ കാത്തിരുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ പത്മജയെ കൊണ്ടുവന്ന് വട്ടിയൂർക്കാവിൽ നിർത്തും. സ്വാഭാവികമായിട്ടും മുരളീധരനെയും ആയിരിക്കും മിക്കവാറും കോൺഗ്രസ് നിർത്തുക. അപ്പോൾ ഇവർ രണ്ടും കൂടെ ഏറ്റുമുട്ടി അവസാനം രണ്ടുപേരും പരാജയപ്പെടുകയും CPM സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യും. അതായിരിക്കും സംഭവിക്കുന്നത്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ്. വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സഹോദരനെയും അതുപോലെ തന്നെ സഹോദരിയെയും അവിടെ മത്സരിപ്പിക്കാനുള്ള ശ്രമം. പക്ഷെ അത് കുറെ കഴിയുമ്പോൾ മാറിയിരിക്കുന്നു അല്ലേ? തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഉള്ള വർത്തമാനങ്ങളിലൊക്കെ അതൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഈ RSSൽ തന്നെയുള്ള കുറെ നല്ല ആളുകളുണ്ടല്ലോ, അവർ പറയും വെറുതെ കുടുംബകലഹം അതിന് നമ്മൾ നേതൃത്വം കൊടുക്കണം എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് ഒഴിവാക്കപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എല്ലാ പാർട്ടികളിലും നല്ലവരും ചീത്ത ആളുകളും ഒക്കെ ഉണ്ട്. അപ്പം നല്ല ആളുകൾക്ക് അത് ശരിയല്ലെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ പറയും അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് വെക്കാറൊന്ന് മാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മളിങ്ങനെ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ എരിവും പുളിയൊക്കെ കൂട്ടിയാൻ വേണ്ടിയിട്ട് മുരളീധരൻ എവിടെയാണോ മത്സരിക്കുന്നത് അയാൾക്കെതിരെ പത്മജയെ കൊണ്ട് തന്നെ നിർത്തണം എന്ന് പറയുന്ന കുറേ ആളുകളുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും എനിക്ക് വന്നത് RSS നേതൃത്വം അങ്ങനെ നടത്താനായിട്ട് സമ്മതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് അവരിൽ പലരിലുമുള്ള അവശേഷിക്കുന്ന നന്മയുടെ ഒരു പാർട്ട് കൂടിയായിട്ട് അതിനെ കണക്കാക്കണം. അല്ലെങ്കിൽ വളരെ കരുണാകരനോടൊക്കെ അവർക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്ന കരുണാകരൻ അവരോടും നല്ല ബന്ധങ്ങൾ പുലർത്തിയിരുന്നതാണ്. അപ്പോൾ ആ കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനത്തെ ഒരു മത്സരം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ സമൂഹത്തിൽ വലിയ ചർച്ച, രാഷ്ട്രീയ മേഖലയിൽ വലിയ ചർച്ച നടക്കുന്നത് ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്ന നിലയ്ക്ക്. ഏതായാലും ഈ മൂന്നാമതും ഈ പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളൊരു സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന പെൻഷൻ കൂട്ടും, പെൻഷൻ 2000 രൂപയാക്കും, കിറ്റിനകത്തുള്ള ഉൽപ്പന്നങ്ങൾ കൂട്ടും. അതോടൊപ്പം തന്നെ ഈ മാധ്യമങ്ങളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തും. അതായത് മൂന്നാമത് ഇവർ തന്നെ വരുമെന്ന്. അപ്പോൾ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്, ഞങ്ങൾ ചെയ്യുന്ന വോട്ട് പാഴാക്കരുത്. അതായത് ഒരു പ്രത്യേകതരം ജനവിഭാഗമാണ് കേരളത്തിലുള്ളത്. അതായത് വോട്ട് ചെയ്ത് പാഴാക്കരുത്, അതായത് ചെയ്യുന്ന ആൾ ജയിക്കണമെന്നുള്ള ചിന്താഗതിയാണ് ഒരു 60% പേർക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടാവും, ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കും. അല്ല അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ ഞാൻ വളരെ അത്ഭുതകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പൊതു അഭിപ്രായം നമ്മൾ പരിശോധിച്ചാൽ പിണറായി വിജയനെതിരാണ് എല്ലാവരും. പിണറായി എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പുണ്ടാക്കുന്ന ഒരു വാക്കായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുക. അതേപോലെ തന്നെയാണ് ഈ ഒരു മുഖ്യമന്ത്രി, ശക്തനായിട്ടുള്ള മുഖ്യമന്ത്രി ആരെന്ന് ചോദിക്കുമ്പോൾ ഇതേ ആളുകൾ എന്ന് പറയുന്നത് പിണറായി എന്നാണ്. അതാണ് പ്രശ്നം. അതൊരു വൈരുദ്ധ്യമാണ് ശരിക്കും. ആ വൈരുദ്ധ്യം ഈ തെരഞ്ഞെടുപ്പിന് വിഴുങ്ങും. പിന്നെ UDF വന്നാൽ ഈ മുസ്ലിങ്ങളുടെ ഒരു ആധിപത്യം കൂടുമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത്തരത്തിലുള്ളൊരു വിഭാഗം കേരളത്തിലുണ്ട്. കാരണം ലീഗ് ഭയങ്കരമായി ശക്തി പ്രാപിക്കും. അതോടുകൂടി അത് കോൺഗ്രസിന്റെ ഒരു ബാധ്യതയാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ അക്കില്ലസ്സീലായിട്ട് എനിക്ക് തോന്നിയത് മുസ്ലിം ലീഗ് തന്നെയാണ്. കാരണം വെച്ചാൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന സമയത്തൊക്കെ മുസ്ലിം ലീഗ് പറയുന്നത് കേൾക്കുന്ന ഒരു സംഘടനയെ കോൺഗ്രസ് മാറുന്നു എന്ന് പറയുന്ന
ഒരു തോന്നൽ കേരളത്തിലെ ആളുകൾക്കിടയിലുണ്ട്. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ 5ാം മന്ത്രി ആണ് യഥാർത്ഥത്തിൽ UDF തോൽപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഇപ്പോൾ അവർ ഉപമുഖ്യമന്ത്രി ലീഗിൻ്റെതാകും, മുഖ്യമന്ത്രി ലീഗ് ആയാലും എന്താ കുഴപ്പം, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആവാനുള്ള ശ്രമമാണ് അവർ. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ വന്നാൽ ആ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ വോട്ടേഴ്സിനെ വല്ലാത്ത തരത്തിൽ ധ്രുവീകരിക്കും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അതൊരു തരം വർഗീയ ധ്രുവീകരണം തന്നെ മാറും. ഞങ്ങളെ മുസ്ലിം ലീഗ് ഞങ്ങളെ ഭരിക്കേണ്ട എന്ന് കണക്കാക്കുന്ന ഒരുപാട്, പ്രത്യേകിച്ച് ഈ RSSഉം അതുപോലെ BJPയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിൽ അത് ശക്തമാണ്. അവരൊരു നിയമമണ്ഡലത്തിൽ ഇങ്ങനെ വിജയസാധ്യതകളൊക്കെ നോക്കുന്ന സമയത്ത് പൊതുവെ വിലയിരുത്തുമ്പോൾ ഇത് ഗുണം പിടിക്കില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ലീഗിനെതിരായ വോട്ട് എന്ന നിലയ്ക്ക് കോൺഗ്രസിനെതിരായ വോട്ട് ചെയ്യാനുള്ള സാധ്യതയും ഇതൊക്കെ കൂടി കലർന്ന് കിടക്കുന്ന വളരെ സങ്കീർണമായ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ഈ 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അതിന് മുമ്പ് മിക്കവാറും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വഴി ഒരു റിസൾട്ട് നമുക്ക് കിട്ടും എന്ന് കരുതാം. ആ റിസൾട്ട് നിർണായകമാണ്. അത് LDFനെതിരാണെങ്കിൽ ജനങ്ങൾ മാറി LDFനെതിരായിട്ട് തന്നെ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അത് LDFന് അനുകൂലമാണെങ്കിൽ UDFിൻ്റെ കാര്യം ബുദ്ധിമുട്ടിലാണ്.